വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ലിനെതിരെ നിലപാട് കടുപ്പിച്ച് ക്രൈസ്തവ സഭകൾ. പുനഃപരിശോധന ആവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമാക്കാനാണ് സഭാ നേതൃത്വങ്ങളുടെ തീരുമാനം. ഏകാധിപത്യ അധികാരം നൽകുന്ന ഭേദഗതി പിൻവലിക്കണമെന്ന് കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ ആവശ്യപ്പെട്ടു. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി വഴി തുറക്കുന്ന അനിയന്ത്രിതമായ ഉദ്യോഗസ്ഥാധികാരം, സ്വത്തുവകകൾ സ്ഥിരമായി ഏറ്റെടുക്കാനുള്ള അധികാരം എന്നിവ ന്യൂനപക്ഷ വേട്ടയ്ക്കുള്ള സാധ്യതയായി സഭകൾ വിലയിരുത്തുന്നു. നീക്കം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമാക്കാനാണ് ക്രൈസ്തവ സഭകളുടെ തീരുമാനം. ഇതുവരെ കേന്ദ്ര സർക്കാർ സഭകളുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ. കടുത്ത ആശങ്കയുണ്ടെന്നും പ്രതികരണം. മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വലിയ ആശങ്ക ജനിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ഇതേക്കുറിച്ച് ഒരു പുനരാലോചന ആവശ്യമാണ്. ഔദ്യോഗികമായി ഒരു ബോഡിയിലും ക്രൈസ്തവ സഭയുടെ പ്രതിനിധികളെ വെച്ചുകൊണ്ട് ചർച്ച നടത്തിയായിട്ട് അറിഞ്ഞുകൂടാ. അപ്പൊ അതൊരു വിശാലമായ ഒരു ചർച്ച വേണ്ടേ? ആ ചർച്ച നടന്നിട്ടില്ല. FCRA ഭേദഗതി നീക്കം ആശങ്കയും അസ്വസ്ഥതയും ജനിപ്പിക്കുന്നതെന്ന് പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട്. കർശന വ്യവസ്ഥകളുമായി നിലനിൽക്കുന്ന FCRA വീണ്ടും കർശനമാക്കുന്നത് സതുദ്ദേശത്തോടു കൂടിയാണോ എന്നുള്ള സംശയമുണ്ട്. വിഷയത്തിലെ തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ KCBC അടിയന്തര ഓൺലൈൻ യോഗം ചേർന്നു. കടുത്ത നിലപാട് തുടരാനാണ് തീരുമാനം. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ സഭകൾ കേന്ദ്രത്തിനെതിരെ വിമർശനം കടുപ്പിക്കുന്നത് സംസ്ഥാന BJPയെ വെട്ടിലാക്കുന്നുണ്ട്. അനുനയ നീക്കമുണ്ടാകുമോ എന്നത് ആകാംക്ഷ. റിപ്പോർട്ടർ, കൊച്ചി.